ഹായ് സുഹൃത്തുക്കളെ, രാരിച്ചൻസ് പോസിറ്റീവ് തിങ്കിങ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് HMT ഫോർമുല എങ്ങനെയാണ് നിങ്ങളെ പണക്കാരനാക്കാൻ സഹായിക്കുക എന്നാണ്. ഇനി ഈ HMT ഫോർമുല എന്താണ് എന്ന് പറയാം. പണക്കാരനാകാൻ നിങ്ങൾക്ക് വേണ്ട 3 കാര്യങ്ങളാണ് HMT. 1. H ഫോർ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം. ആരോഗ്യം സാമ്പത്തിക ഭദ്രതയ്ക്കും ധനസമാഹരണത്തിനുമുള്ള ഒരു അടിസ്ഥാന മൂലധനമാണ്. സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കലാണ്. നല്ല ആരോഗ്യമില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും കൂടുതൽ സമ്പന്നനാകാൻ കഴിയുകയില്ല. നല്ല ആരോഗ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്യാനും അതുവഴി കൂടുതൽ സമ്പാദിക്കുവാനും ചിലവുകളുടെ കൂട്ടത്തിൽ നിന്നും വലിയ മെഡിക്കൽ ബില്ലുകൾ ഒഴിവാക്കുവാനും സാധിക്കും. അതുപോലെ നിങ്ങളുടെ കൃത്യനിഷ്ഠ, അച്ചടക്കം, പതിവായുള്ള വ്യായാമം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കിയുള്ള ജീവിതം എന്നിവ സാമ്പത്തിക ഭദ്രതയിലേക്കും അതുവഴി കൂടുതൽ നല്ല ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനും നിങ്ങൾക്ക് സാധിക്കും. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ല ആരോഗ്യമാണ് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലപിടിപ്പുള്ള സമ്പത്ത്. ആയതിനാൽ ധനവാനാകണം എന്നാഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് നല്ല ആരോഗ്യം സംരക്ഷിക്കുകയാണ്. 2. M ഫോർ മൈൻഡ് സെറ്റിംഗ്. മൈൻഡ് സെറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നേടേണ്ടത് എന്ന് വ്യക്തമായ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ ഗോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേടാതെ മറ്റ് ഒരു കാര്യത്തിനും തിരിക്കരുത്. അത് നേടിയതിന് ശേഷം മാത്രം അതിനേക്കാൾ വലിയ ഗോളുകൾ ലക്ഷ്യം വയ്ക്കുക. അക്കരെ പച്ചകൾ കണ്ട് ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാതിരിക്കുക. ഈയിടെ ഞാനൊരു വീഡിയോ കണ്ടു. ബംഗാളിൽ നിന്നും ഇവിടെ പുല്ല് വെട്ടാൻ വന്ന അതിഥി തൊഴിലാളി പെരുമ്പാവൂരിൽ 30 ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും വാങ്ങിയെന്ന്. അതുപോലെ തന്നെ ഭിക്ഷക്കാരിയായ ഒരു സ്ത്രീ മരിച്ചപ്പോൾ അവരുടെ ഫണ്ടക്കെട്ടിൽ ഉണ്ടായിരുന്നത് 2 ലക്ഷത്തിൽ അധികം രൂപ. വിദ്യാഭ്യാസവും അറിവും വളരെ കുറച്ചുള്ള ഇവർക്ക് ഇതൊക്കെ നേടാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? കാരണം ഒരു ഗോൾ തീരുമാനിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും നമ്മൾ തയ്യാറല്ല. നമ്മളുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് നാം ചെയ്യുന്നത്. അപ്പൻ എനിക്ക് കുറച്ച് സ്വത്താണ് തന്നത്, മുതലാളി എന്നോട് തിരിച്ചു വ്യത്യാസം കാണിക്കുന്നു, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, അയൽപക്കക്കാർ അസൂയ കൊണ്ട് എൻ്റെ നേട്ടങ്ങൾ തടയുന്നു, ഞാൻ നേടിയതെല്ലാം മറ്റുള്ളവർ കബളിപ്പിച്ചു കൊണ്ടുപോയി, എൻ്റെ ശമ്പളം ഒന്നിനും തികയുന്നില്ല എന്നിവയാണ് നമ്മുടെ പരിദേവനങ്ങൾ. എന്നാൽ ലക്ഷ്യബോധത്തോടെ ലക്ഷ്യത്തിലേക്കെത്താൻ കഠിനമായി പരിശ്രമിക്കുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ല. 3. T ഫോർ ടൈം, സമയത്തിന് വില നൽകൽ. നിങ്ങളുടെ ഓരോ സെക്കൻഡിനും 1 പൈസയെങ്കിലും വില നൽകുക. ഉൽപാദനപരമല്ലാതെ ഒരു ദിവസം എത്ര സെക്കൻഡുകൾ പാഴാക്കി എന്ന് കണക്ക് കൂട്ടുക. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടം വന്നു, ഒരു മാസം എത്ര, ഒരു വർഷം എത്ര, ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എത്ര രൂപയാണ് സമയം പാഴാക്കി കളഞ്ഞതിലൂടെ നഷ്ടപ്പെടുത്തിയത് എന്ന് കണ്ടുപിടിക്കുക. പണം നാം നഷ്ടപ്പെടുത്തിയാൽ നമുക്കത് വീണ്ടെടുക്കാൻ സാധിക്കും. എന്നാൽ സമയമോ, നമുക്ക് പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ആയതിനാൽ പണത്തിനേക്കാൾ വിലപ്പെട്ടതാണ് സമയമെന്ന് തിരിച്ചറിയുക. നമ്മുടെ സമയം ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ദിനചര്യ ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങളുടെ ഓഫീസ് സമയവും കുടുംബത്തോടൊത്ത് ചിലവിടാനുള്ള സമയവും കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സമയവും പ്രത്യേകം ക്രമീകരിക്കുക.
ഓരോ ദിവസവും അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും അതിനൊരു സമയവും ക്രമീകരിക്കുക. ഈ സമയത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവ അന്നന്ന് തന്നെ ചെയ്തു തീർത്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എങ്കിൽ കൂടി അതിരാവിലെ ഉണർന്ന് റെഡിയാകുക. ചെയ്യേണ്ട കാര്യങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. കഴിവതും കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയമായി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക വഴി നിങ്ങളുടെ സ്ട്രെസ് കുറയാനും അതുവഴി ഉൽപ്പാദനക്ഷമത കൂടാനും കൂടുതൽ പണം സേവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. സമയം എല്ലാവർക്കും ഒരുപോലെയാണ് ലഭിക്കുന്നത് എന്നും അതിൻ്റെ നല്ല ഉപയോഗത്തിലൂടെയാണ് നാം പണം സമ്പാദിക്കുന്നതെന്നും മനസ്സിലാക്കുക. ഇങ്ങനെ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട് മുഴുവൻ സമയവും പ്രവർത്തിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാനും നല്ല രീതിയിൽ പണക്കാരനാകുവാനും HMD ഫോർമുല നിങ്ങളെ സഹായിക്കും. നന്ദി, നമസ്കാരം.